ആയിട്ടുള്ള ഈ VT ബലറാമിനെ മന്ത്രിസഭയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യനാണ്, ശ്രീ VT ബലറാം താങ്കൾ എന്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ വരാഞ്ഞത്? KC, VD, RC ഈ ഗ്രൂപ്പുകൾ പെട്ടുപോയതാണോ സാറേ? വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ചും പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ. കാരണം ഞാൻ 2011 ഇവിടെ പറഞ്ഞ പോലെ MLA ആയതിനു ശേഷം 2013 ആദ്യമായിട്ട് US വരുന്നത്. അന്ന് IPC എന്നതിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അന്ന് വന്നത്, ഒരു 13 വർഷം മുമ്പ് ന്യൂജേഴ്സിയിൽ. വീണ്ടും ഇത്തവണ ഇവിടെ വന്നപ്പോൾ പ്രസ് ക്ലബിൻ്റെ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ ഞാൻ 3ാമത്തെ തവണയാണ് ഇത്തവണ ജനപ്രതിനിധിയായിട്ട് വിജയിച്ചു വരുന്നത്. ആദ്യ 2 തവണ വിജയിച്ചിരുന്നു, ഒരു തവണ പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും 4th ഇലക്ഷനിൽ വീണ്ടും വിജയിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് പലതരത്തിലുള്ള കൺസിഡറേഷൻസ് ഉണ്ടാവും. ഒരു ക്യാബിനറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നാട്ടിലെ രാഷ്ട്രീയത്തെ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തർ. അപ്പോൾ ഇത്തവണ മന്ത്രിസഭയിൽ ആര് ഉൾപ്പെടേണ്ടതില്ല എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി തലത്തിലാണ് തീരുമാനമെടുക്കുക. അപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു തുടർച്ചയുണ്ടായപ്പോൾ നമ്മൾ പലരും ശൈലജ ടീച്ചർ അതിന് വീണ്ടും മന്ത്രിയാവുമെന്ന് സാധ്യതയാണ്. കാരണം ആ ഇലക്ഷന് മുമ്പ് ആ തുടർ വിജയം ഉണ്ടാവുന്നതിലടക്കം വലിയ ഒരു പങ്ക് വഹിച്ചത് ടീച്ചറെ പോലുള്ള കുറച്ച് മന്ത്രിമാരുടെ പെർഫോമൻസും അതിനെക്കുറിച്ചുണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിൽ അപ്രീസിയേഷനൊക്കെയാണ്, ഒരു ഗുഡ്വിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചു, ആയില്ല. അതൊക്കെ പാർട്ടി തലത്തിലെടുക്കുന്ന തീരുമാനമാണ്. അപ്പം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ ഇലക്ഷനിൽ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഇത്തവണ UDF-ന്റെ വിജയത്തിൽ വലിയ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. സാധാരണ ഏതെങ്കിലും ഒരു വിഭാഗം വളരെ ബ്ലോക്കായി വോട്ട് ചെയ്ത് അവരുടെ മാത്രം പിന്തുണയാൽ വിജയിച്ചു വന്ന ഒരു ഇലക്ഷനല്ല. UDF-ന്റെ 102 സീറ്റ് എന്ന് പറയുന്നത് അത് 14 ജില്ലകളിലും ഏതാണ്ട് ഒരേപോലെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു. വ്യത്യസ്ത കമ്മ്യൂണിറ്റീസ്, വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഈ ഇലക്ഷനുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്യാബിനറ്റ് ഫോർമേഷൻ വരുമ്പോഴും ആ ഒരു ഇൻക്ലൂസീവ്നെസ് എല്ലാ നിലയ്ക്കും പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, പുതുമുഖങ്ങളുണ്ട്, എല്ലാ റീജിയൻസിൻ്റെയും പ്രാതിനിധ്യം വേണ്ടി വരും. വ്യത്യസ്ത കമ്മ്യൂണിറ്റി സോഷ്യൽ ഗ്രൂപ്പ്സ് അവർക്ക് അർഹിക്കുന്ന പിന്തുണ ഒരു പ്രാതിനിധ്യം നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോൺഷ്യസ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ക്യാബിനറ്റ് ഫോർമേഷൻ ഉണ്ടായത്. ടോട്ടൽ നമ്പർ ലിമിറ്റഡ് ആണ്, 21 പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാറി നിൽക്കേണ്ടിയിട്ട് അപ്പോൾ അത് ആ നിലയ്ക്കാണ് ഉൾപ്പെടുന്നത്. പക്ഷേ ഐ എം പ്രൗഡ് ഓഫ് മൈ പാർട്ടീസ് ഡെസിഷൻ. ലൈക്ക് അത് എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം, എല്ലാവർക്കും അർഹിക്കുന്ന ഡ്യൂ നൽകണം എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ പാർട്ടിയെ കുറിച്ച് അഭിമാനിക്കുകയാണ്. അപ്പൊ ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? അടുത്ത ഒരു ചോദ്യമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറോടാണ്. ഈ അമേരിക്കൻ മലയാളികൾക്ക് മുട്ടി നിൽക്കുന്ന ഒരു ചോദ്യമുള്ളതെന്ന് പറഞ്ഞാൽ, കോവിഡ് സമയത്ത് ടീച്ചർ ഒരു പ്രസ്താവന നടത്തി. അമേരിക്കയിൽ പോലും മാസ്ക് ഇല്ലാതിരുന്ന സമയത്ത് കേരളത്തിൽ ധാരാളം മാസ്കുകൾ പിന്നെ ടീച്ചർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വളരെ സത്യമാണ്. പക്ഷെ അമേരിക്കയിൽ നിന്ന് പോലും മാസ്ക് വേണം എന്ന് അമേരിക്കയെ ആവശ്യപ്പെട്ടു, അമേരിക്കയിൽ നിന്ന് ആരോ ആവശ്യപ്പെട്ടു എന്ന് ടീച്ചർ പ്രസ്താവന നടത്തി. ഈ അമേരിക്കൻ മലയാളികളുടെയൊക്കെ ഉള്ളിൽ മുട്ടി നിൽക്കുന്ന ഒരു സംശയം. അതായത് ഈ കോവിഡ് മഹാമാരി ലോകത്തെ പലതും പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹാമാരിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഫ്ലൂവിന് ശേഷം, എനിക്ക് തോന്നുന്നു 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മഹാവിപത്തിന് ശേഷം ഈ ഭൂമിയാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോവിഡ് മഹാമാരി. കേരളം നന്നായി ചെറുതുന്നു, അത്ഭുതകരമായിട്ടാണ്. അതായത് നമ്മുടെ കൊച്ചു സംസ്ഥാനമാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു കുഞ്ഞു സംസ്ഥാനമാണ് കേരളം. വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല, മറ്റ് പല രീതിയിലുള്ള ടെക്നോളജി പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അമേരിക്ക എന്നൊക്കെ പറയുന്നത് നല്ല സമ്പത്തുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ആധുനികമായിട്ടുള്ള എല്ലാ ടെക്നോളജിയും സന്നിവേശിപ്പിക്കാൻ കഴിയുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഏറ്റവും ടെക്നോളജിക്കലി ഫിറ്റായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. അതുമായിട്ടൊന്നും കേരളത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞു കേരളം നല്ല രീതിയിലുള്ള മുൻകരുതലെടുത്തു ഈ വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ്. ഉത്തരം വളരെ വലുതായി പോകാതിരിക്കാൻ ഞാൻ പറയുകയാണ്, ചൈനയിലെ വുഹാനിൽ വളരെ വില്ലൻ്റായിട്ടുള്ളൊരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത്
മീഡിയയിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി 2016 to 2021 എനിക്ക് കിട്ടിയ പോർട്ട്ഫോളിയോയാണ് അത്. അപ്പോൾ എനിക്ക് ഭയമായി, കാരണം ഈ വുഹാൻ എൻ്റെ മനസ്സിലുണ്ട്. അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, മലയാളികൾ. അപ്പോൾ എൻ്റെ അടുത്ത് രജിസ്ട്രേഷനൊക്കെ വേണ്ടി അതിന് മുൻ വർഷത്തിൽ വുഹാനിൽ നിന്നുള്ള കുട്ടികൾ വന്ന ഓർമ്മ എനിക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, രാജൻ, ഈ വൈറസ് അടുത്ത വിമാനം കയറി ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അവിടെ വൈറസ് പടരുമ്പോൾ കുട്ടികൾ അവിടെ നിൽക്കില്ല, കേരളത്തിലേക്ക് വരും. രാജ്യം പരിശോധിച്ച് നോക്കുമ്പോൾ, സെക്രട്ടറി പരിശോധിച്ച് നോക്കുമ്പോൾ വെക്കേഷനുമാണ് അവിടെ. അപ്പോൾ ഉറപ്പാണ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. എന്താണ് നമ്മൾ ചെയ്യുക? ഇത്തിരി ഉത്കണ്ഠയോട് ചോദിച്ചതാണ്. അപ്പോൾ എൻ്റെ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം കാര്യങ്ങളെല്ലാം. അങ്ങനെ കൺട്രോൾ റൂം പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നു. വൈറസ് വരുന്നതിന് മുമ്പേ ട്രെയിൻഡ് ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റാഫിനെ എല്ലാ 4 എയർപോർട്ടുകളിലും വിന്യസിക്കുന്നു. അവർ വരുമ്പോൾ തന്നെ അവരെ പരിശോധിക്കാനാണ്. ഇതാണെങ്കിൽ വൈറസ് അകത്ത് ചെന്നാൽ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ആദ്യത്തെ 4-5 ദിവസമൊന്നും ചിലപ്പോൾ 1 ലക്ഷണം ഉണ്ടാവണമെന്നില്ല. 6-ാമത്തെയോ 9-ാമത്തെയോ ദിവസമൊക്കെ വരാം. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി പരിശോധിച്ച് വൈറസ് ഉണ്ടെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ മിറ്റിഗേഷൻ വേണം എന്നാണ് കണ്ടെയ്ൻമെൻറ്റ് വേണം എന്നാണ് തീരുമാനിച്ചത്. പലരും പറഞ്ഞത് മിറ്റിഗേഷൻ ആയിക്കോട്ടെ, വൈറസ് ഒന്ന് പോട്ടെ സമൂഹത്തിൽ, എന്നിട്ട് എല്ലാവർക്കും വന്നാൽ പിന്നെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ആകും. അതിലൊരു ശാസ്ത്രമുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ പോലുള്ള സംസ്ഥാനത്ത് എബോവ് 60 ആണ് വലിയ പോപ്പുലേഷൻ, 20%. അവരാണെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചവരായിരിക്കും. കണ്ടാൽ നല്ല ആരോഗ്യമാണ്, പക്ഷേ കോമോർബിഡിറ്റീസ് ഉണ്ട്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അതുപോലെ ക്യാൻസർ ഉണ്ട്. അവർക്ക് കോവിഡ് വന്നാൽ മരിച്ചു പോകും. അതാണ് ആ വൈറസിൻ്റെ സ്വഭാവം. ഇത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും നല്ല തരത്തിലുള്ള പ്രതിരോധം ഏർപ്പെടുത്തി ധാരാളം പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്, മാസ്കുകൾ, ഇതെല്ലാം ഞങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. വൈറസ് വരുന്നതിന് മുമ്പാണ്, ഓർക്കണം. നിപ്പ വന്നപ്പോൾ എനിക്ക് ഗൾഫിൽ നിന്നൊരു സഹായം കിട്ടിയിരുന്നു. BPS ഹെൽത്ത് കെയറിൻ്റെ ഡോക്ടർ ഷംഷീർ വയലിൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വല്ല സഹായം വേണം. ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നല്ലോ നിപ്പ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് കുറവാണ്. അപ്പോൾ അദ്ദേഹം ബൾക്കായിട്ടൊരു വിമാനം ചാർട്ടർ ചെയ്തിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ എത്തിച്ചു തന്നിരുന്നു. അത് കുറേ ബാക്കിയുണ്ട്. നിപ്പ വേഗം കണ്ടെയ്ൻ ചെയ്തു. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് ഞങ്ങൾ തിരുവനന്തപുരത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങൾക്ക് മാസ്ക്, PPE കിറ്റ് അതിന് വലിയ ക്ഷാമം ഉണ്ടായിരുന്നില്ല. എന്നാൽ 2 മാസം കഴിയുമ്പോൾ അതൊക്കെ തീരാൻ തുടങ്ങി. കാരണം ഇതൊക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കുമ്പം കുറഞ്ഞു പോകും. ഞാൻ ശരിക്കും അമേരിക്കയിൽ നിന്ന് മാസ്ക് അയച്ചു തരാൻ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് പലരും വിളിച്ചിരുന്നു തന്നെ, മലയാളികൾ, പരിചയമുള്ളവർ, കുടുംബക്കാർ. അപ്പോൾ എന്താ വിളിക്കാനുള്ള ഉത്കണ്ഠയാണ്. ഈ വുഹാനിൽ വന്നിട്ട് അതിന് ശേഷം ആദ്യം വരുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യം വരുന്നത് കേരളത്തിലാണ്. വുഹാനിൽ വന്ന് ഏകദേശം 1 മാസം കഴിയുമ്പോഴേക്കും കേരളത്തിൽ ഈ വൈറസ് എത്തിയിരുന്നു. 2020 ജാനുവരി 30 ഫസ്റ്റ് വൈറസ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തത്. റാന്നിയിലായിരുന്നു. അതെ, തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അവരെ ഉടനെ ക്വാറന്റൈൻ ചെയ്ത് ഐസൊലേറ്റ് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ വന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്, കേരളത്തിൽ വന്നതിന് ശേഷം. പക്ഷേ അമേരിക്കയിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഇത് സമ്പന്ന രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ടോ, ഇത് എഡ്യൂക്കേറ്റഡ് കൺട്രി ആണെന്ന് പറഞ്ഞിട്ട് വൈറസിനുള്ള വല്ല പക്ഷഭേദവും. അതങ്ങനെ പടരുക മാത്രമല്ല, ആളുകൾ മരിക്കാനും തുടങ്ങി. ഈവൻ അസംബ്ലിയിൽ വൈറസ് ബാധയുണ്ടായിട്ട് 2 മാസം കഴിയുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ചോദിച്ചു, ടീച്ചർ വളരെ സൗഹൃദമായിട്ടാണ്, അറ്റാക്ക് ചെയ്യാനൊന്നുമല്ല പ്രതിപക്ഷമായിട്ട്, ടീച്ചർ നമുക്ക് മിറ്റിഗേഷൻ മെത്തേഡ് പോരെ, അതാകുമ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി വരുമല്ലോ, വാക്സിനേഷനൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഇപ്പം തന്നെ അമേരിക്കയിൽ 25 ആൾ മരിച്ചു. കേൾക്കണം, അന്ന് കേരളത്തിൽ ആരും മരിച്ചിരുന്നില്ല. നമുക്ക് വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് വന്ന അമേരിക്കയിൽ 25 ആൾ മരിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. ഞാൻ പറഞ്ഞു, സർ കണ്ടെയ്ൻമെൻറ്റ് തന്നെ വേണം, മിറ്റിഗേഷൻ ശരിയല്ല, ഇവിടെ പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നമ്മളത് സ്വീകരിച്ചു. അപ്പോഴാണ് ഇവിടെ അങ്ങ് സ്പ്രെഡ് ചെയ്തപ്പോൾ ചില നേഴ്സുമാർ വിളിച്ചിട്ട് പറഞ്ഞു, മേഡം ഞങ്ങൾക്ക് ഭയമാകുന്നു. എല്ലാവരും പേടിച്ചു, ഞാൻ പേടിയിൽ തന്നെയായിരുന്നു, പേടിയില്ലാണ്ടൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കയ്യിലൊരു കയ്യുറ പോലും ഇല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഇവിടെ വളരെ ക്ഷാമമാണ്. എനിക്കറിയില്ല നിങ്ങൾ ഇനി ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കാം. പക്ഷെ നേരിട്ട് പോകുന്ന ചിലർ പറഞ്ഞു, കയ്യുറയില്ല, വേണ്ടത്ര ക്ഷാമമാണ്, വലിയ തോതിൽ പേടിയാവുന്നു. ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെഡിസിൻ എന്താണെന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നില്ല, ശ്വാസം മുട്ടുന്നു, വീട്ടിലിരിക്കാനാണ്, റെസ്റ്റ് എടുക്കാനാണ്. അതിനും ഒരു ശാസ്ത്രമുണ്ട്. വൈറസിനെ അപ്പാടെ ഇല്ലാതാക്കുന്ന മരുന്നൊന്നും ഇന്നത്തെ തീയതി വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. സിംറ്റംസിനെയാണ് ചികിത്സിക്കുന്നത്. ശ്വാസതടസ്സത്തെ
ചുമക്കുള്ള മരുന്നുകൾ ഇതാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ വിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് കേരളത്തിലെ പോലെ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനം എടുത്തിട്ട് കാറോ എടുത്തിട്ട് ഓടി ആദ്യം കാണുന്ന ആശുപത്രി കയറിയിട്ട് പരിശോധിക്കണമെന്ന് പറയാനൊന്നും പറ്റില്ല. കേരളത്തിൽ നിങ്ങൾക്ക് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കയറാം, ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കയറാം. സംഗതി ഇത്രയൊന്നും മെച്ചമല്ലെങ്കിലും എവിടെയും ആക്സസിബിൾ ആണ്. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആശ്രയിക്കാൻ പറ്റുമോ? വരാൻ പ്രയാസമാണ് ഇവിടെ നിന്ന്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രമുഖരായിട്ടുള്ള ഡോക്ടർമാരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെയും ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഫോൺ വഴി. പക്ഷേ അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്താൽ ആ മരുന്ന് ഇവിടെ കിട്ടണമെന്നില്ല. പക്ഷേ അത്ര പോലും ഭയന്നിരിക്കുന്ന ഒരു സമയത്ത് അമേരിക്കയിൽ നിന്ന് പോലും വിളിച്ചിരുന്നു, കയ്യുറയില്ലാതെ അതുപോലെ തന്നെ PPE കിറ്റ് വേണ്ടത്ര ഇല്ലാതെ എന്ന് പറഞ്ഞതിനെ അതെങ്ങനെ വ്യാഖ്യാനിച്ചു? അമേരിക്കയിൽ നിന്ന് മാസ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് എളുപ്പമാണോ? ഇവിടത്തേക്ക് മാസ്ക് അയക്കല് ഞങ്ങൾ അയച്ചിട്ടും ഇല്ല. മാസ്ക് അയക്കാനല്ല പറഞ്ഞത്, വേണ്ടത്ര ഈ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കോവിഡ് കൂടുതലായിട്ട് ബാധിച്ചപ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അതിൽ പിന്നെ പാർട്ടിയൊന്നും ഭേദമില്ല, 20,000 crores സഹായ പദ്ധതികളാണ് ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിച്ചത്. 20,000 കോടി. ഇതിനാണ് നിങ്ങൾക്ക് ആർക്ക് കോവിഡ് വന്നാലും ട്രീറ്റ്മെന്റ് സൗജന്യമാണ്. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല 2020-ൽ. ആരെവിടെ അഡ്മിറ്റ്, പ്രൈവറ്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താലും കോവിഡ് ട്രീറ്റ്മെന്റ് സൗജന്യമാണ്. താഴെ മുതൽ ഡൊമിസൈൽ ഡൊമിസൈൽ സെന്റേഴ്സ് പഞ്ചായത്തിൽ അധികം ഒന്നുമില്ലാത്ത ആളുകൾ തൽക്കാലം വന്ന് നോക്കാനുള്ളത് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, മെഡിക്കൽ കോളേജുകളിലെ ഐസൊലേഷൻ യൂണിറ്റുകൾ, സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഭയങ്കര സെറ്റപ്പായിരുന്നു കോവിഡിന്, നല്ല അധ്വാനമായിരുന്നു, നല്ല ടീം വർക്കായിരുന്നു. അതിൻ്റെ ഫലമായി 2020-ൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആകെ മരണം 5000-ൽ താഴെയാണ്. ആ സമയത്ത് 2020 ഡിസംബർ ആകുമ്പോഴേക്കും ഒരു വർഷമായല്ലോ. നിങ്ങൾക്കറിയാം, ന്യൂയോർക്കിൽ നെറ്റിൽ പരിശോധിച്ചോളൂ, ന്യൂയോർക്കിലെ ആകെ മരണം എബോവ് 50,000 ആയിരുന്നു. എങ്ങനെ സംഭവിച്ചു? അപ്പം ചിലർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഈ മിനിസ്റ്റർ മരണം റിപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ്. കേൾക്കണം, മരണം റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല കോവിഡ് മരണം കേരളത്തിൽ. കാരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ടോട്ടൽ ഡെത്തിൽ, സാധാരണ ഡെത്ത് രജിസ്റ്ററിൽ ചെന്ന് ചേരും. 2020-ൽ എൻ്റെ ഭാഗ്യത്തിന് എക്സസ് ഡെത്ത് അനാലിസിസ് നടന്നു. ആ എക്സസ് ഡെത്ത് അനാലിസിസിൽ കേരളത്തിൽ 2019-നേക്കാൾ 2020-ൽ ആകെ മരണം കുറവായിരുന്നു. 24,000 മരണം കുറവായിരുന്നു. കോവിഡ് ഡെത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ആകെ മരണത്തിൽ ചെന്ന് ചേരുമായിരുന്നു. അപ്പം ഇത്രയും വലിയൊരു റിസൾട്ട്. പക്ഷെ 2021-ൽ നമ്മൾ ഇലക്ഷനിലേക്ക് പോയി, പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനിലേക്ക്. ഞങ്ങളെല്ലാം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, കൂട്ടായ്മ നടത്തുന്നു. ആ സമയത്ത് ഡെൽറ്റ വേരിയന്റും വന്നു, ഇത്തിരി മരണം കൂടിയിട്ടുണ്ട്. പക്ഷേ കൊച്ചു കേരളം എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഫാന്റാസ്റ്റിക് റിസൾട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ. പക്ഷെ ലോകം, ഞാൻ അവസാനിപ്പിച്ചിട്ട് പറയാം, അവസാന വാദമാണ്, മാസ്ക് അമേരിക്കയിലേക്ക് അയക്കണം എന്നല്ല പറഞ്ഞത്. ഞങ്ങളൊരു കയ്യുറ പോലും ഇല്ലാതെ ട്രീറ്റ്മെന്റിന് പോകേണ്ടതായി വരുന്നു, ഭയമാകുന്നു എന്നാണ് പറഞ്ഞത്. അത് ഞാൻ എപ്പോഴോ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ട്രോളന്മാർ പിന്നെ അമേരിക്കയിൽ നിന്ന് ആരും വിളിച്ചില്ലേ ചോദിച്ചിട്ട് ട്രോളും ഇടാറുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഏതായാലും ആ കാര്യത്തിൽ ബോധ്യം. പിന്നെ MLA-യോടും ടീച്ചറോടും കൂടെ ഇത്രയൊന്നും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്ക് സമയമില്ല. പിന്നെ അതെ ഇത് പിന്നെ ഇവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഓരോ വേദിക്കുന്നത്. അത് ഞങ്ങൾ അമേരിക്കൻ മലയാളികളുടെ സ്വഭാവം അതുകൊണ്ട് പറയാറുണ്ട്. പിന്നെ എനിവേ കാര്യങ്ങളൊന്നായി. അത് മലയാളി കേരളത്തിൽ നിന്ന് വന്നവരല്ലേ ഞങ്ങളൊന്ന്. അടുത്ത ട്രോളന്മാരെന്തും തുടർന്നുകൊണ്ടേയിരിക്കും ടീച്ചറെ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അടുത്തതായിട്ടേ, നമ്മള് ട്രംപിനേക്കാളൊക്കെ വാറന്റ് ഇൻഫർമേഷൻ ഇവിടെ ഏറ്റവും ആദ്യത്തെ ഒരാളുണ്ട് ഇവിടെ, മധു കൊട്ടാരക്കര. അപ്പൊ മധുജിയോടാണ് ക്വസ്റ്റ്യൻ, ഈ യുദ്ധം എപ്പോ അവസാനിക്കും? അതിനെക്കാട്ടിലും എളുപ്പം ഞാൻ ഇവിടുന്ന് കടന്നു പോകുന്നുണ്ടോ ചോദിച്ചാൽ മതിയായിരുന്നു. ശരിക്കും ഇന്ന് ഓഗസ്റ്റ് 1 നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്. 12 മണിക്കാണ്. ബിജു തോണിക്കടവിനും ടീമിനും ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പറ്റിയ പ്രോഗ്രാം, ആദ്യത്തെ പ്രോഗ്രാമാണ്, മറക്കരുത്. അപ്പോൾ കൺഗ്രാലേഷൻസ്. അതുമാത്രമല്ല, ഇനി 1ാം നമ്പർ കാറിൽ പോകാൻ സാധ്യതയുള്ള 2 ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഇറാൻ യുദ്ധത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അത് യുദ്ധം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്.
കാര്യം US കോൺഗ്രസിന് മാത്രമേ ഒരു യുദ്ധം അമേരിക്ക ഇൻ വാർ എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. ഇത് ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ്, അതാണ് കറക്റ്റ് ടെർമിനോളജി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഒരു പെൻറ്റഗണിൻ്റെ പ്രോജക്റ്റ്, അത് വളരെ ഡീറ്റെയിൽഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് പേജുകളുള്ള ഇതിനകത്ത് എന്തൊക്കെയാണ് അമേരിക്ക നേരിടുന്ന ഭീഷണി, എത്ര ദിവസം ഇത് പോകണം, എത്ര സൈനികർ ഇതിൽ മരണപ്പെടാം, എത്ര പൈസ ചെലവ് വരും, ഇതിൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജി, ജിയോ പൊളിറ്റിക്കലി ഏതൊക്കെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിര് വരാം, എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ അമേരിക്ക ഒറ്റപ്പെടുന്നു ഉള്ള സാധ്യത, ഇതൊക്കെ വെച്ചിട്ടൊരു വലിയൊരു പെൻറ്റഗണിൻ്റെ ഒരു പ്രോജക്റ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കൈമാറിയിട്ട് അവിടെ തന്നെ ഒരു ഹെൽത്തി ഡിബേറ്റ് നടക്കും. അപ്പം ഈ പ്രോജക്റ്റിനെ അപ്രൂവ് ചെയ്യുന്നവരും അപ്രൂവ് ചെയ്യാത്ത ആൾക്കാരും എല്ലാം അഡ്മിനിസ്ട്രേഷനുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലൊക്കെ ഒരു അമ്മ പോലെ ഇവിടെ സൂസി വെയിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അവരെ പറ്റി അധികം പേർക്ക് അറിയാവുന്നറിയില്ല. ബിഹൈൻഡ് ദ സീനിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ട്രംപ് എവിടെങ്കിലും പോയി ഒരു തെറ്റായ ഒരു കാര്യം സംസാരിച്ചിട്ട് തിരിച്ച് ട്രംപിന്റെ പ്ലെയിനിൽ കയറുന്നതിനെ സൂസിയാണ് ചെവിക്ക് പിടിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് പറയുന്നത്. സൂസി വെയിൽസും ഒക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നതിനെ എതിർത്ത ആൾക്കാരായിരുന്നു, JD വാൻസ് ഉൾപ്പെടെ. ഈ ഹെൽത്തി ഡിബേറ്റ് കഴിഞ്ഞിട്ട് US പ്രസിഡന്റ് സർവ്വസൈന്യാധിപൻ കൂടിയാണ്, അദ്ദേഹം കൺവിൻസ്ഡ് ആയതിനു ശേഷമാണ് ആ പ്രോജക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഹീസ് ഔട്ട് ഓഫ് ദ പിക്ചർ ടെക്നിക്കലി. പിന്നെ പെൻറ്റഗണാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഇറാൻ വാറിന് തന്നെ പറഞ്ഞു പോകാം. ഈ ഇറാൻ വാറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യമായിട്ട് ഒരു വാറിൽ ഉപയോഗിക്കുന്നത് ഇറാൻ വാറിലാണ്. കാരണം ആദ്യത്തെ 24 മണിക്കൂറിൽ 1000 ടാർഗറ്റ്സ് ആണ് അറ്റാക്ക് ചെയ്തത്. ഈ 1000 ടാർഗറ്റ്സ് ഒരു ഹ്യൂമൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമേരിക്കയിലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളുടെ ഒരു ലോങ് ടൈം പ്രോജക്റ്റിൽ കൂടെ തന്നെ എപ്പിക് ഫ്യൂറിയിൽ വന്നാണ്. ആദ്യത്തെ 4 ദിവസം കൊണ്ട് 2000 ടാർഗറ്റ്സ് ആണ് പിന്നെ അമേരിക്കയും ഇസ്രായേലും കൂടെ കോമൺ ആയിട്ട് അവർ ചെയ്തത്. ഇതിനകത്ത് നെതന്യാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ കുറേയൊക്കെ സത്യമുണ്ട്. കാരണം നെതന്യാഹുവിൻ്റെ സ്കെഡ്യൂൾഡ് വിസിറ്റ് ഫെബ്രുവരി 17-നായിരുന്നു. പക്ഷേ നെതന്യാഹു വൈറ്റ് ഹൗസിൽ പെട്ടെന്ന് ഫെബ്രുവരി 11-ാം തീയതി എത്തുന്നു. സാധാരണ നോർത്ത് ഗേറ്റ് വഴിയാണ് US പ്രസിഡന്റ് വേറൊരു രാജ്യത്തിൻ്റെ ആളെ വരുമ്പോൾ സ്വീകരിക്കുന്നത്. ഇത് സൗത്ത് ലോൺ വഴിയുള്ള ഡോറിൽ കൂടെ വളരെ പെട്ടെന്ന് കയറിപ്പോവായിരുന്നു. മീഡിയയുടെ കൺവെർട്ടിച്ചിട്ട് സിറ്റുവേഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. നെതന്യാഹു ഇദ്ദേഹത്തെ ട്രംപിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അതായത് കാണിച്ചു കൊടുത്തു ഇവരുടെ മൂവ്മെന്റ്സ്, അതായത് അയത്തോള അലി ഖൊമേനിയും അവരുടെ. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു US പ്രസിഡന്റിന് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരേ ഒരു ചാൻസ് ആണ്, അത് ഇപ്പോൾ പ്രയോഗിക്കുകയാണ്. പിന്നെ അതൊരു പ്രസിഡൻഷ്യൽ ഡിസിഷനായിട്ട് മാറുകയാണ്. അപ്പം അമേരിക്കയുടെ ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. എത്ര പേർക്കറിയാം, ന്യൂയോർക്കിൽ ഒരു ചൈനയുടെ പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ അനിയൻ ജോലി നമ്മളെ നാടിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചൈനക്കാരനാണെങ്കിൽ ഇവരെ തന്ത്രപൂർവ്വം OCA കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് ഈ ന്യൂയോർക്കിൽ കൊണ്ടുവരും. ഇത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അവിടുന്ന് നേരെ ഡീപ്പോർട്ട് ചെയ്യുകയാണ്. US-ന്റെ മിലിറ്ററി ക്യാമ്പുകളുടെ എല്ലാം അടുത്ത് ചൈനക്കാരുടെ ഏക്കർ കണക്കിനുള്ള ഭൂമിയുണ്ട്. ചൈനക്കാര് ഒരു $1 മില്യൺ ഒരു പാർക്ക് വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ ഹില്ലിന് അടുത്ത് ഫ്രീ ആയിട്ട് പണിയാന്ന് പറഞ്ഞു. ഒരു FBI ഓഫീസറിന് ഒരു ഡൗട്ട് അടിച്ചിട്ട് നോക്കിയപ്പം ഈ ചൈനയിൽ നിന്ന് വരുന്ന ഈ മകുടത്തിൽ സെൻസേഴ്സ് ഉണ്ടായിരുന്നു. കാര്യം അവർക്കിരുന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും അമേരിക്ക അണ്ടർ ത്രെറ്റാണ്. ആ ത്രെറ്റ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഈ ഹോർമൂസ് കടലെടുത്ത് വഴി ഏതാണ്ട് 20% ലോകത്തിന്റെ എണ്ണ അല്ലെങ്കിൽ പ്രകൃതിവാതകങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ലോക വിപണിയെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ പറയുമ്പോൾ നമ്പേഴ്സ് കറക്റ്റാണ്. പക്ഷേ ഈ 20% എന്ന് പറയുന്നത് വെറും 5 രാജ്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. വെറും 5 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രം അപ്രൂവ് ചെയ്തിരിക്കുന്നത് 193 രാജ്യങ്ങളാണ്. ഇതിൽ 5 രാജ്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ചൈനയാണ് ഉപയോഗിക്കുന്നത്. ചൈന ഏതാണ്ട് 33% ഹോർമൂസ് കടലെടുത്തു. രണ്ടാമത് ഇന്ത്യയാണ് വരുന്നത്. അപ്പം ഒരു ദിവസം 7.9 മില്യൺ ബാരൽ ചൈന കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ കൊണ്ടുപോകുന്നത് 3.9. അത് കഴിഞ്ഞ് സൗത്ത് കൊറിയ, അതുപോലെ തന്നെ ജപ്പാൻ, പിന്നെ അമേരിക്കയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കായിരിക്കും ഏതാണ്ട് 1%. ഈ 5 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്നതാണ് ഈ ഹോർമൂസ് കടലെടുക്കുന്ന വിഷയം. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അവർക്കൊക്കെ
ഈ ഹോർമോസ് കടലെടുത്തിൽ കൂടെ പുറത്തു വരുന്ന നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്. അപ്പം മറ്റവർക്കെല്ലാം റഷ്യൻ എണ്ണ മതി, അല്ലെങ്കിൽ ഇപ്പം വെനിൻസുല ഓയിലിന്റെ സെയിൽ ഇപ്പോൾ നടക്കുന്നത് $500 കോടി കഴിഞ്ഞ മാസം നടക്കുന്നത്. അപ്പം കടലിൽ ഓൺ ദ സ്പോട്ട് സെയിൽസ് നടക്കുന്നുണ്ട്. ഈ ഇറാൻ യുദ്ധം എന്നാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്തൊക്കെയോ ടാർഗറ്റ്, അവരുടെ ലക്ഷ്യങ്ങളുണ്ട്, ഗോൾസ് ഉണ്ട്, വാർ ലോബിക്ക് ഗോൾസ് ഉണ്ട്. ആ ഗോൾസുകൾ എന്നാണ് അച്ചീവ് ചെയ്യുന്നത് അന്ന് നിൽക്കും. ഇത് എൻ്റെ ഇതില് ഇറ്റ്സ് എ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം. അപ്പൊ പിന്നെ രേഷ്മ ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നെ. അല്ല, മധു വിട്ടുപോയൊരു കാര്യമുണ്ട്. 24 ന്യൂസിന് വേണ്ടി മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് എസ് കെ. അല്ല, എനിക്ക് 2 ജനപ്രതിനിധികൾ അവര് മാതൃകാ ജനപ്രതിനിധികളായതുകൊണ്ട് അവരോട് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ള മലയാള മാധ്യമങ്ങൾ വളരെ താറടിച്ച് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ കാണിക്കാറുണ്ട്. അത് അവരുടെ അല്പ അറിവ് കൊണ്ട് മാത്രമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വരുന്നത് അമേരിക്കയിലാണ്. 27.7% അമേരിക്കൻ മണിയാണ്. നമ്മുടെ കൊച്ചു കേരളത്തില് 26,000 കോടി മുതൽ 29,000 കോടിയാണ് പിന്നെ US കറൻസിയിലൂടെ നടക്കുന്ന ബിസിനസ്. അതായത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് US കറൻസിയാണ്. അത് മറന്നുകൊണ്ട് UAE പോലും 19% ഉള്ളൂ. അപ്പം അടച്ച് ആക്ഷേപിക്കുന്നത് വളരെ മോശമാണ്. കാരണം അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. അതൊരു വിൻ വിൻ ഗെയിമാണ്. കാരണം അമേരിക്ക നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ത്യ ഒരുപാട് മുന്നോട്ട് വരാറുണ്ട്. കാരണം നമുക്കൊരു നല്ല യൂണിവേഴ്സിറ്റി പോലും ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കേരളത്തിൽ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ, ഒരു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ, ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്ഥാപനം നമുക്കില്ല. നമുക്ക് അങ്ങോട്ട് വരാം. ആ ഒരു കാര്യങ്ങൾ മുന്നേ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പബ്ലിക്കിന്റെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ചോദ്യം വേണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ ഈ മലയാളിയുടെ ജോർജ് ജോസഫ്. അദ്ദേഹമാണ് എനിക്കൊരു ചോദ്യം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ചോദ്യങ്ങളെല്ലാം സംക്ഷിപ്തമായിരിക്കണം. ആൻസർ വാദിച്ച് നമുക്ക് പലർക്കും പങ്കെടുക്കേണ്ടതുണ്ട്. എനിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ, ഉത്തരവില്ല. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ശൈലജ ടീച്ചറോടാണ്. ഈ കോവിഡ് എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഇര അവിടെ എന്നെ കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നത് ശരിയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതൊരു അബദ്ധമായിരുന്നില്ല. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് മഹാമാരിയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ആ പാടെ ഒരു പനിയാണത്. പനി വന്ന് കുറച്ചു പേര് മരിക്കും എന്നത് ഉറപ്പാണ്. അത് ഈ പനി വന്നില്ലെങ്കിൽ അവർ മരിച്ചു പോകും. ഈ 90, 80, 100 വയസ്സുള്ള ആളുകളാണ്. ചുരുക്കമായിട്ട് ചെറുപ്പക്കാരുമുണ്ട്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആ റെസ്പോൺസ് ഒരു അബദ്ധമായിരുന്നില്ലേ? ഒരിക്കലുമല്ല. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ്, ക്ഷമിക്കണം താങ്കൾ, ചില്ലറ അബദ്ധമാവുന്നത്. കാരണം മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. ഈ ഫംഗസുകളും വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ അടങ്ങിയ ലോകത്താണ് മനുഷ്യന് ജീവിക്കുന്നത്. ചില സമയത്ത് ഇതിൽ ചിലത് വളരെ ശക്തമായിട്ട് മാറുകയും മനുഷ്യ ശരീരത്തെ ആക്രമിക്കുകയും ചെയ്യും. ആ സമയത്ത് നല്ല പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ മനുഷ്യർ മരിച്ചു പോകും. കൊറോണ വൈറസ് പുതിയതായി കണ്ടത് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ അത് ബാധിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യന്റെ ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തിലെ എപ്പിത്തീലിയൽ സെല്ലിലാണ് ഇത് പെരുകുന്നത്, ശരീരത്തിനകത്തെ സൂക്ഷ്മ മൃദു ടിഷ്യൂകളിൽ. അങ്ങനെ പെരുകിയാൽ ശ്വാസം കിട്ടില്ല, ഹൃദയത്തിലേക്ക് ഓക്സിജൻ പോവില്ല, ആളുകളുടെ ഹൃദയം നിലച്ച് മരിച്ചു പോകും, മറ്റ് നിരവധി പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. അതിനെയെല്ലാം നിസ്സാരമായി കണ്ട് ഇതൊരു സാധാരണ പനിയാണെന്ന് കരുതിയാൽ എങ്ങനെയിരിക്കും? മറന്നുപോയോ നമ്മൾ? ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ച് നിരത്തിവെച്ച് മണ്ണിട്ട് മൂടി ചില രാജ്യങ്ങളിൽ. ഞങ്ങളവിടെ കേരളത്തിൽ അങ്ങനെ ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ ക്യൂ പോലും നിൽക്കേണ്ടതായി വന്നിട്ടില്ല. ദഹിപ്പിക്കേണ്ടതിന് ദഹിപ്പിച്ചു, മറവ് ചെയ്യേണ്ടതിന് മറവ് ചെയ്തു. നമ്മുടെ പ്രിക്കോഷൻ കാരണമാണ്. നോക്കൂ, നന്നായിട്ട് പ്രിവെൻഷൻ ഇല്ലെങ്കിൽ, നല്ല ശ്രദ്ധയില്ലെങ്കിൽ ഇനിയുള്ള കാലത്തും ഇതുപോലുള്ള പലതും പ്രത്യക്ഷപ്പെടുമ്പോൾ ഹതാശരായിട്ട് വീണു പോകും മനുഷ്യർ. അതുകൊണ്ട് അതിനെ കുറച്ച് കാണരുത്. കുറച്ചല്ല മരിച്ചത്, 1000-ങ്ങളും 10,000-ങ്ങളുമാണ്. അന്നത്തെ ടെലിവിഷനിലൂടെ വന്ന വാർത്തകളൊക്കെ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതുണ്ടെങ്കിൽ എടുത്ത് നോക്കൂ. ഭയാനകമായിരുന്നു. ലോകത്തെ പലതും പഠിപ്പിച്ചു. നല്ല സമ്പത്തുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിനെ പൊതുവായിട്ട് ഉപയോഗപ്പെടുത്താനും നമുക്ക് പ്ലാനിങ് ഉണ്ടാവണം. ഉത്തരം നീണ്ടുപോകുന്നത് കൊണ്ട് പറയുന്നില്ല. ഒരുപാട് പറയാൻ ആഗ്രഹമുള്ള വിഷയമാണെങ്കിലും ഞാനത് പറയുന്നില്ല. ദയവ് ചെയ്ത് അത് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞാൽ
അങ്ങനെ എന്തെങ്കിലും ആരെയും കളിയാക്കാനാന്ന് തോന്നും. നിസ്സാരമാണ്, സാധാരണ പനിയാണ്, എന്തൊക്കെയോ കഴിച്ചാൽ 30 ഡിഗ്രി ചൂടിൽ ഈ വൈറസ് നശിച്ചു പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ചാണകം ശരീരത്തിൽ തേച്ചാൽ വൈറസ് ഇല്ലാതെ, അതൊക്കെ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടാകുന്ന ചില്ലറ ചെറിയ കാര്യങ്ങളാണ്. അറിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ അത് പറയില്ല, പറഞ്ഞാൽ അപകടമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യർ നന്നായിട്ട് ഇതിനെ പ്രതിരോധിക്കണം. ഇത് സയൻസാണ്, ആ ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഓർമ്മിക്കണം ഈ കാര്യം എന്നാണ്. ചെറുതായിരുന്നില്ല ലോകത്തിന്റെ പ്രത്യാഘാതം. താങ്ക് യു ടീച്ചറെ. അടുത്തായിട്ട് ബൈജു വർഗീസ്, നമ്മുടെ കോമഡ ജനറൽ സെക്രട്ടറിയാണ്. അവർക്കൊരു ചോദ്യമുണ്ട്. ചോദ്യമല്ല, ഈ ടീച്ചറുടെ അടുത്ത് ഇവിടെ ഗ്ലൗസ് കിട്ടില്ല എന്ന് പറഞ്ഞ ഫാമിലി ആരാന്നറിയാതെ താല്പര്യം. ഏത് മലയാളിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടീച്ചറെ വിളിച്ച് പറഞ്ഞത്? ടീച്ചറെ പറഞ്ഞ ന്യൂയോർക്ക് സിറ്റിയിൽ ഇത്രയും മരണങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരു ചെറിയ കാരണം, ഒരു വർഷത്തിൽ അമേരിക്കയിൽ ഈ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഏതാണ്ട് 110 കോടി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. അതുകൊണ്ടാണ്, അതുമല്ല നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിന്റെ വലിപ്പമുള്ള ഒരു മഹാനഗരത്തിൽ ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കുത്തി നിറച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കോവിഡ്, ഈ ബിക്കോസ് ഓഫ് ദ ഇന്റർനാഷണൽ ട്രാവലിംഗ് ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇത്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് വീടുകളിലാണ് താമസിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ഇത് പകരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കുറച്ച് വന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ ഇത്രയും മരണങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ചോദ്യത്തിന്റെ ആൻസർ ഒരുമിച്ച്. അതായത് ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയത് കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ശൈലജ ടീച്ചറിനോട് ചോദ്യങ്ങൾ വന്നു കണ്ടു. VT ബലറാം സാറിനോടൊരു ചോദ്യം ഇവിടെ നമ്മുടെ ബിജു ഇട്ട് പറഞ്ഞു. എന്തൊരു വിശകലനമാണ് അദ്ദേഹം നടത്തിയത്. അതായത് ഇത് അമേരിക്കയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റിയതല്ല നമ്മുടെ കേരളം, നിങ്ങളുടെയും എൻ്റെയും. കേട്ടില്ലേ? എന്നാൽ കേരളത്തിന് ചില പ്രത്യേകതകൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഇതൊരു കൊച്ചു കേരളമാണെങ്കിലും ഞങ്ങളെല്ലാം കൂടി ഉത്സാഹിച്ചിട്ട് ഇന്ന് അമേരിക്കയേക്കാൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ കുറവാണ്. അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. താങ്കൾ ഇവിടെയാണ്, താങ്കളുടെ ജോലി ഇവിടെയാണ്, ഇവിടെ കാണിക്കണം. 5 1000 പ്രസവത്തിന് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇവിടെ 5.6 ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞതല്ല, ഇന്റൻഷനായി ഇടപെട്ട്. മറ്റൊന്ന്, ഓരോ വീട്ടിലാണ് താമസിക്കുന്നത് പറഞ്ഞല്ലോ. ഈ കൊച്ചു കേരളത്തിൽ 4 എയർപോർട്ടുണ്ട്, തുറമുഖങ്ങളുണ്ട്, നാനാഭാഗത്തും വളരെ പെട്ടെന്ന് ഓടിയെത്താനുള്ള റോഡുകളുണ്ട്. പിന്നെ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്നറിയോ? കേരളത്തിന്റെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 ആളുകളാണ് താമസിക്കുന്നത്. രാജ്യത്തിന്റെ ശരാശരി 430. അമേരിക്കയുടെ ശരാശരി ഞാൻ പറയുന്നില്ല, അതിൽ എത്രയോ കുറവാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. എവിടെയെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ വെളിയിൽ നിന്നും വന്ന് പണിയെടുക്കാൻ വന്നവരുടെ ആയിരങ്ങൾ ലക്ഷങ്ങൾ താമസിക്കുന്ന ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ വന്ന് ജോലി ചെയ്യുന്ന ആ ക്യാമ്പിനെങ്ങാൻ ഒരു തിരി കൊടുത്തപ്പെട്ടാൽ കൂട്ടമരണം എന്തുകൊണ്ട് സംഭവിച്ചില്ല? ആ ക്യാമ്പിൽ മെഡിക്കൽ ക്യാമ്പ് തുറന്നു. അവിടെ ഓരോരുത്തർക്കും ചെറിയ തലവേദന വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. കേട്ടില്ലേ? അതാണ് കോവിഡ് നമുക്കങ്ങ് മാറുന്നതാണ് നന്നാവുക. ടീച്ചർ അടുത്ത ആളിലേക്ക് പോവാണ്. ഒരു ചോദ്യം മാത്രം ശൈലജ ടീച്ചറുണ്ട്. ശൈലജ ടീച്ചർ ആരോഗ്യരംഗത്തെ നമ്പർ 1 എന്ന് പറയുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മന്ത്രിമാർ പിന്നെന്തിനാ അമേരിക്ക ചികിത്സയ്ക്ക് വരുന്നത്? കറക്റ്റ് ക്വസ്റ്റ്യൻ. അതെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും ധനിക രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൽ ആർജിക്കാവുന്ന ടെക്നോളജി മുഴുവൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രം. കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനം. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം ഉപയോഗിച്ചേ ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഏറ്റവും നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അത് കേരളത്തിൽ അതിനേക്കാൾ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ക്യാൻസർ ഞാൻ പറഞ്ഞു ക്യാൻസർ ട്രീറ്റ്മെന്റിന് മാത്രമല്ല, അതീവ ഗുരുതരമായ രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിന് ആശ്രയിക്കാൻ പറ്റിയ ഒരു ഇടമാണ് അമേരിക്ക. അതിന്റെ അർത്ഥം കേരളത്തിൽ ഒന്നും ഇല്ലെന്നല്ല, അങ്ങനെ കാണേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ചോദ്യമുള്ള ഒരു കയ്യിൽ നമുക്ക് കളിക്കാൻ വായിക്കാൻ പറ്റും. VT ബൽറാം സാറിനോടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, അവിടെ ഒരു വലിയൊരു ഹെൽത്ത് ഫെയർ നടന്നു. അതിന്റെ
മെയിൻ പാർട്ട് വഹിച്ചത് ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ നഴ്സുമാരുണ്ട്. ഇവിടെ നഴ്സുമാര്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഏത് ഹെൽത്ത് കെയർ വർക്കർ ആണെങ്കിലും, ഈവൻ പൊളിറ്റീഷ്യൻസ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഞങ്ങൾ ലൈനിൽ നിൽക്കുവാണെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിലും മുമ്പിൽ പുറകെ നിൽക്കുക, അല്ല, അങ്ങനെ ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഞാൻ റെപ്രസെന്റ് ചെയ്ത് ഇവിടുത്തെ ഇന്ത്യൻ അമേരിക്കൻ നഴ്സ് അസോസിയേഷനാണ്. ഞങ്ങൾക്ക് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും നഴ്സസ് ആർ ഈക്വൽ. സോ ഒരു നഴ്സിന്റെ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് അങ്ങയോട് ചോദിക്കുകയാണ്, അങ്ങ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ്, അങ്ങയുടെ ഈ ഭരണ സംവിധാനത്തിൽ ഈ ഇക്വാലിറ്റി കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ഇവിടെയുള്ള നഴ്സുമാരും ഞങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ഇൻഡോ അമേരിക്കൻ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ഇൻ നഴ്സിംഗ്. വി ആർ റെഡി ടു കൊളാബറേറ്റ് വിത്ത് യു ഗൈസ്. പക്ഷെ അവിടെ കാരണം ഒരു വീട്ടിൽ ഒരു നഴ്സിംഗിലുണ്ട്, ആ അന്തരം ഒന്ന് കുറഞ്ഞാൽ, അത് നഴ്സിംഗിൽ മാത്രമല്ല ഏത് ഫീൽഡിലാണെങ്കിലും കൂടി, അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്ലാനുകൾ അങ്ങയുടെ മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ അങ്ങ് വില്ലിംഗ് ആണോ അങ്ങയുടെ ലീഡർഷിപ്പ് ടീം ഞങ്ങളുമായിട്ട് ഒരു ഡിസ്കഷന്? വി ആർ റെഡി ടു ടോക്ക് ടു യു. താങ്ക് യു. അടുത്തൊരു ചോദ്യം വരുന്നത് ശ്രീമാൻ ആവേശം കൂടി. അദ്ദേഹം മുന്നോട്ട് വെച്ച നല്ല കുറച്ച് കൺസെപ്റ്റ്സ് ആണ്, നല്ല ആശയങ്ങളാണ്. ഞാൻ അതിനോട് തത്വത്തിൽ യോജിക്കുകയാണ്. ഓരോ സൊസൈറ്റിക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ കാണുന്നില്ല. സാറിന്റെ ഡ്രസ് കറുപ്പായിട്ട് ഇതിലൊരു പത്രസമ്മേളനത്തിന്റെ ഒരു രൂപമായതുകൊണ്ടാണ് ഇരുന്ന് സംസാരിച്ചത്. ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നതാണ് എനിക്കും ശീലം. ഓക്കെ, അതെ അതെ, തീർച്ചയായും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോരുത്തരെയും സൊസൈറ്റീസ് ഓവർ ദ ഇയേഴ്സ് രൂപപ്പെട്ട് വന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലയിലും അത് റിഫ്ലക്ട് ചെയ്യുക. ഇന്നും അതൊരു ഹിസ്റ്റോറിക്കൽ ബാഗേജ് ആണ്. അവർ സൊസൈറ്റി ഹാസ് ബീൻ ട്രഡീഷണലി ഒരു എന്താ ഹൈറാർക്കിക്കൽ ആയിരുന്നു എത്രയോ കാലങ്ങളായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ ആ ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്വാളിറ്റി എന്ന് പറയുന്നത് കേവലം പറയുന്നതിനപ്പുറത്ത് ഓരോ തൊഴിലിനുമുള്ള ഡിഗ്നിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഡിഗ്നിറ്റി ഉറപ്പുവരുത്തിയാൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് പേ അല്ലെങ്കിൽ മറ്റ് റെമ്യൂണറേഷന്റെ കാര്യത്തിലുള്ള ഒരു ഏതാണ്ട് ഇക്വാലിറ്റിയിലേക്ക് വരും. അപ്പം ആ നിലയിൽ ഓരോ മേഖലയിലും തൊഴിലിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തൊഴിലിന്റെ മഹത്വം സമൂഹം മുഴുവൻ തിരിച്ചറിയുന്ന തരത്തിൽ എല്ലാവരെയും പരസ്പരം അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് സമൂഹം പടിപടിയായി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഹെൽത്ത് കെയറിന്റെ മേഖലയിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആദ്യമായിട്ട് 2011 MLA ആയപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ല് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഈ നഴ്സുമാരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിനെല്ലാം ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് ഇന്റർവെൻഷൻ ആ നിലയിലായിരുന്നു. അതൊന്ന് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. കാരണം ഞാനത് നിയമസഭയിൽ അവതരിപ്പിച്ചതോടൊപ്പം തന്നെ അത് സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്തു. ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരു പ്ലാറ്റ്ഫോം വരുന്ന സമയത്ത് ഫേസ്ബുക്കിലും ആ ബില്ലിട്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ശരിയാണോ തെറ്റാണോ, അത് നിയമസഭയുടെ പ്രിവിലേജ് റീച്ചാണോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് തൊട്ടേ നമ്മൾ ഈ മേഖലയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉള്ള സ്റ്റാൻഡ് നിൽക്കുന്നത് ഇപ്പോഴും. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേരളത്തിൽ ആ നിലയിൽ വലിയ തൊഴിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് വിവിധ ആശുപത്രികളിൽ, നഴ്സുമാരുടെ വേതനവും അവരുടെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അപ്പൊ തീർച്ചയായിട്ടും അത് പറഞ്ഞ മറ്റൊരു ആശയം വളരെ ശരിയാണ്. നിങ്ങളുമായിട്ട് അക്കാര്യത്തിൽ ഒരു ഡയലോഗ്, ഇവിടുത്തെ കാര്യങ്ങളും നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അത് തീർച്ചയായിട്ടും നല്ലൊരു വെൽക്കം സജഷനാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഡയലോഗിന് വേണ്ടിയിട്ടാണ് ഈ ലോക കേരള സഭ എന്ന് പറയുന്ന സംവിധാനമൊക്കെ യഥാർത്ഥത്തിൽ തുടങ്ങിയതെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു എന്താ പറയാ, അതെങ്ങനെയാണ് പരിണമിച്ചത്, ഹൗ ഇഫക്റ്റീവ് ഇറ്റ് വാസ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും അത്തരം സംവിധാനങ്ങളടക്കം നമ്മൾ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോമായി ഈ ആഗോള മലയാളികളുടെ പല മേഖലയിലുള്ള എക്സ്പെർട്ടീസിനെ കേരളത്തിൽ ഒരു പോളിസി ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള
ഒരു കാര്യം ആ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് ഇതോടുകൂടി ബിജുവിന്റെ ഭാവി തെളിഞ്ഞെന്നാ തോന്നുന്നു. ഞാനോട് വരാമേ. ശങ്കരക്കുട്ടിപ്പോഴും ഒരു അഭ്യർത്ഥന ഉള്ളത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന്റെ മർമ്മത്തിലേക്ക് എത്തുക. എല്ലാവരും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ പറയാൻ സാധിക്കും, ഷോർട്ട് ആൻസർ പറയാൻ സാധിക്കും. കറക്റ്റ് അല്ല, ഞാൻ അത് പുതിയ ഓർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തികൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടും, അതെല്ലാവരും മനസ്സിലാക്കും. ഓക്കെ, ഞാൻ എംഎൽഎയോട് ചോദിക്കും. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോഴേ മലയാളികളെല്ലാം മലയാളം മറന്ന അവസ്ഥയാണ് ഉള്ളത്. ആർക്കും മലയാളം പറയാൻ അറിയാൻ പറ്റാത്ത, കുട്ടികൾ പോലും മലയാളം പറയാൻ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനൊന്ന് പുനരുജ്ജീവിപ്പിക്കുക, എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് പരിപാടിക്കായി വന്ന് തിരിച്ചു പോകുന്ന ഞാനും ടീച്ചറും ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫോമയുടെ വേദിയിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മലയാളി സംഘടനകൾ, പ്രവാസി മലയാളികളുടെ, കേരളക്കാരുടെ, ഇന്ത്യക്കാരുടെ സംഘടനകളും നിങ്ങൾ സ്വയം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മുമ്പത്തെ പോലെ മുമ്പ് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളവുമായിട്ട് ആ നിലയ്ക്കൊരു കണക്ട് ഇല്ല. മിഡിൽ ഈസ്റ്റുകാർക്ക് നല്ല രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയി വരും, ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ പോയി വരും, വെക്കേഷന് വരും. നിങ്ങൾ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അല്ലേ, നിങ്ങൾ ഫസ്റ്റ് ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ സിറ്റുവേഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഒരുപാട് ആളുകൾ വർഷത്തിൽ 2-3 തവണ നാട്ടിൽ വരുന്നു, 1-2 മാസം നിൽക്കുന്നു എന്ന നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ കേരളമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കുറെ കൂടി ഫിസിക്കലായി തന്നെ ആ കണക്ട് റീഎസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളികളുടെ ഭാഷയാവട്ടെ, നമ്മുടെ സംസ്കാരത്തിന്റെ നല്ല വശങ്ങളാവട്ടെ, അതൊക്കെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു മുൻകൈയിൽ ഫോമയടക്കമുള്ള സംഘടനകൾക്ക് കുറച്ചുകൂടി ചെയ്യാൻ സാധിച്ചാൽ, അതിന്റെ ഭാഗത്ത് സർക്കാരിന്റെ എന്തെങ്കിലും സപ്പോർട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ ആവശ്യം വരികയാണെങ്കിൽ അത് നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ, ലൈക്ക് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സർക്കാർ അതിന് പൂർണ്ണമായിട്ട് വില്ലിംഗ് ആയിരിക്കും, ഒരു സംശയമില്ല. ഞങ്ങൾ അതിനുവേണ്ടി സർക്കാരിൽ ലോബി ചെയ്യാൻ ഞാൻ അടക്കമുള്ള ആളുകളാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ബിജുവേട്ടൻ പറഞ്ഞു നിർത്തിയിടത്ത് നിന്നും സാറ് സൂചിപ്പിച്ചു പോയ ഒരു വിഷയത്തിൽ നിന്നുമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നേഴ്സുമാരുടെ ശമ്പളത്തിനെ പറ്റി സാറ് സൂചിപ്പിച്ചു പോയായിരുന്നു. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേഴ്സുമാർ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും നേഴ്സുമാർക്ക് ഒരു മിനിമം സാലറി ഉണ്ട്. പക്ഷെ കേരളത്തിൽ കൊടുക്കുന്ന മിനിമം സാലറി തുലവും തുച്ഛമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് കുറച്ചുകൂടെ വർദ്ധിപ്പിച്ച് അവർക്ക് ഒരു ജീവിത സ്റ്റാൻഡേർഡ് ഉയർത്തത്തക്ക രീതിയിൽ മാനേജ്മെൻറ്റുമായിട്ട് ഗവൺമെൻറ് എന്തുകൊണ്ട് സംസാരിച്ച് മുന്നോട്ട് വരുന്നില്ല? മാനേജ്മെൻറ്റിനെ പേടിയാണോ ഗവൺമെൻറ്റിന്? അതും എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ബേസിക്കലി ഇതെല്ലാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ഒരു ആശയത്തിൽ വന്ന് നിൽക്കുമല്ലോ, അവസാനം വന്ന് നിൽക്കുമ്പോൾ. അപ്പം കേരളത്തിലെ ഹെൽത്ത് കെയർ, കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇവിടത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറിയ ശതമാനമാണ്. അതേ കേരളത്തിലെ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കും മാനേജ്മെന്റുകൾ ഏറ്റവും എളുപ്പമുള്ള സ്ഥലത്ത് പിടിക്കുന്നത്. ഏറ്റവും ചൂഷണം ചെയ്യാൻ പറ്റുന്ന വിഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതിലേക്ക് വരും. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ അതിനെതിരായിട്ടുള്ള, അതായത് നഴ്സുമാരുടെ ഡിഗ്നിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മാന്യമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ വേണം എന്ന് പറയുന്ന ആശയം കുറച്ചുകൂടി അതിന് ഒരു മൊമെന്റം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. കുറച്ചും കൂടി ആ ഡിമാൻഡ് കുറേ കൂടി വോക്കലായിട്ട് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല നിലയിലേക്ക് എത്തി. ഇപ്പം മിനിമം വേജസ് ഉണ്ട്, പക്ഷേ മിനിമം വേജസ് ഇപ്പോൾ 20,000 ആണ്. അതൊരു പോരാ. അത് തന്നെ പലയിടത്തും കൊടുക്കുന്നില്ല. അതായത് 20,000 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എൻട്രി ലെവൽ സാലറി ആയിട്ടാണ് വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 15 വർഷം കഴിയുന്നവർക്ക് ചിലപ്പോൾ 22,000 നിൽക്കുകയാണ്. അത് തന്നെ വലിയ കൂടുതലായിട്ടാണ്. അപ്പം 20,000 കൊടുത്തോ എന്ന് വെച്ചാൽ 20,000 കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസും അവരുടെ ആ നിലയിലുള്ള സേവനം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഹൈക്ക് കാലാനുസൃതമായിട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ അതിലൊക്കെ കുറേയേറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നഴ്സുമാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനകത്തുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഫാർമസിസ്റ്റും അതുപോലുള്ള ആളുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ഒരുപാടുണ്ട്, ആശാ വർക്കർമാർ. അപ്പം ഞങ്ങൾ പറയട്ടെ, ഇത് ഈ ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് ഇത്തവണ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയ പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതാണ്. ആശാ വർക്കർമാരുടെ സമരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് കൈകാര്യം ചെയ്തൊരു രീതി, അത് കേരളീയ സമൂഹം വേണ്ട രീതിയിൽ
അങ്ങനെ അത് ഉൾക്കൊണ്ടില്ല. അത് അങ്ങനെയല്ല ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, കുറേ കൂടി അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം കേരളത്തിൽ പൊതുവെ ഉണ്ടായി. അപ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോൾ പ്രോമിസുമായിരുന്നു, നല്ല രീതിയിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഫസ്റ്റ് ക്യാബിനറ്റിൽ തന്നെ 3000 രൂപ, അതായത് നിസ്സാരമാണെന്ന് തോന്നും, പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, നമ്മൾ അതൊരു ഈ പറഞ്ഞ 20,000-ലേക്കും അത് എത്തിക്കുക ഓവർ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈം, ഒരു മേ ബി 2-3 ഇയേഴ്സിനകത്ത് ആ ലെവലിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നല്ല തുടക്കം കുറിച്ചു. അടുത്ത വർഷങ്ങളിലും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു ഇൻക്രീസ് ഉണ്ടാവും. ഞങ്ങളുടെ പോൾ പ്രോമിസ് ഞങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അപ്പം എല്ലാ മേഖലകളും അതുപോലെയുള്ള ഒരു മിനിമം വേജസും മിനിമം ഡീസൻസിയും ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. താങ്ക് യു സർ. ഒരു ചോദ്യം കൂടെ ഉണ്ട് ജിതേഷ്. 3000 രൂപ ആശാവർക്കർമാർക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അതിലുള്ളത്, 2016 ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് LDF ഗവൺമെന്റിന്റെ സമയത്ത് ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപയായിരുന്നു. അത് പ്രഖ്യാപിതമാണ്, പക്ഷെ 500 കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അവര് ഞങ്ങളുടെ അടുത്ത് വന്നു, അവരുടെ പെറ്റീഷനൊക്കെ തന്നപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്തു. അന്ന് മന്ത്രിയായിരുന്ന ഞാൻ കൂടി ഇടപെട്ടുകൊണ്ട് 500 രൂപയിൽ നിന്ന് അവരുടെ ഓണറേറിയം 7000 രൂപയായി വർദ്ധിപ്പിക്കുകയും 3000 രൂപ പ്രത്യേക ഇൻസെൻറ്റീവ് കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ആ ഗവൺമെന്റിന്റെ സമയത്താണ് 10000 രൂപയാക്കിയത്. 500-ൽ നിന്നാണ് 10000 ആക്കിയത്. പിന്നെ അവർ 21,000 വേണമെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത്. ആ മുദ്രാവാക്യത്തെ ഒരിക്കലും തള്ളിക്കളയുന്നതല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിനുണ്ട്. അത് കേരളത്തിന് സ്വന്തമായി വരുമാനം ധാരാളം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് 21,000 ആക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ UDF ഗവൺമെന്റ് വന്നപ്പോൾ ഇപ്പം 3000 കൂടി വർദ്ധിപ്പിച്ചു കൊടുത്തു. എൻ്റെ ഒരു റിക്വസ്റ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഹെൽത്ത് ആക്ടിവിറ്റി വർക്കേഴ്സാണ് ഇവർ, ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ഇതിന് ആനുപാതികമായി സെൻട്രൽ ഗവൺമെന്റ് കൂടി വർദ്ധിപ്പിച്ചാൽ അവർ പറയുന്ന 21,000-ലേക്ക് എത്തും. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വലിയ പ്രയാസമാണ്. നമുക്ക് ഇലക്ഷന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയാം, കൊടുക്കേണ്ടി വരും. പറഞ്ഞാൽ 21,000 ആക്കാമെന്നാണ് ബലറാമിന്റെ മുന്നണി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊടുത്താൽ വലിയ സന്തോഷമാണ്. പക്ഷേ അതിന് കേരള ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമായി ഇല്ലാതെ പറയാനുള്ളത്, കേരളം നന്നേ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. കൊടുക്കണം, പറഞ്ഞു പോയാൽ പിന്നെ കൊടുക്കണം. പക്ഷേ 500-ൽ നിന്ന് 10000 ആക്കി എന്നുള്ള LDFന്റെ നേട്ടവും ആ കൂട്ടത്തിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ UDF ഗവൺമെന്റിനോട് എനിക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഈ ആശാ വർക്കേഴ്സും നേഴ്സസുമായിട്ട് എൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. ഈ നേഴ്സസ് എന്ന് പറയുന്ന ഒത്തിരി കടമൊക്കെ എടുത്ത് 4 വർഷം 5 വർഷം പഠിച്ചിറങ്ങുന്ന ഒത്തിരി കടബാധ്യതകളോടുകൂടി ഇറങ്ങുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേഴ്സസിന് പൈസ കൂട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾ അത് ചെയ്തു കൊടുക്കണം. നമ്മുടെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF ഗവൺമെന്റ് അതിന് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് തീരുമാനം. കേട്ടോ, എല്ലാ മേഖലകളിലും കാലാനുസൃതമായിട്ടുള്ള വർധന ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും സമൂഹത്തിന് നൽകുന്ന സർവീസിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം, ഒരു മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പം നഴ്സുമാരുടെ കാര്യത്തിൽ ഇപ്പം ശശി പറഞ്ഞൊരു വിഷയം, നഴ്സുമാർക്ക് കേരള സർക്കാർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. ശമ്പളം കിട്ടാത്തത് സ്വകാര്യ ആശുപത്രികളിലാണ്. നഴ്സുമാരുടെ സർക്കാർ സാലറി എന്ന് പറഞ്ഞാൽ നല്ല സാലറിയാണ്. അപ്പം സർക്കാർ, എന്നാൽ ആശാ വർക്കർമാർ ഇതേപോലെ സർക്കാരിന്റെ കീഴിൽ സേവനം നടത്തുന്ന ആളുകളാണ്. അവർ സ്വകാര്യ മേഖലയിൽ നടത്തുന്നവരല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്, അതും കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്റ്റ് ആണ് ടീച്ചർ പറഞ്ഞ പോലെ. പക്ഷേ അവരുടെ സേവനം ലഭിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതുകൊണ്ട് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ കേരളീയ സൊസൈറ്റി ആയതുകൊണ്ട് അതിൽ ഗവൺമെന്റിന്, 2 ഗവൺമെന്റുകളും, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, അവരുടേതായിട്ടുള്ള നല്ല ഇടപെടൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്ട് ആയതുകൊണ്ട് ടീച്ചർ ആ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. കേന്ദ്ര സർക്കാർ കുറേ കൂടി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. വളരെ നിരുത്തരവാദികളായിട്ടാണ് കേന്ദ്ര സർക്കാർ അതിനെ സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. ഞങ്ങൾ പറഞ്ഞ കാര്യം അത് തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് എന്നൊക്കെ പരിശോധിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അക്കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് തുടങ്ങിയതാണ്. പിന്നെയാണ് ധവളപത്രമൊക്കെ വന്ന് നമ്മുടെ സ്ഥിതി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പം വലിയ മോശമാണ്. എന്നാലും അധികം വൈകാതെ പറഞ്ഞ അതിലേക്ക് എത്തിക്കാൻ സാധിക്കും, ഒരു സംശയമില്ല. അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാവാം. മറ്റ് നഴ്സുമാരുടെ കാര്യത്തിൽ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിലാണ് ഈ പറയുന്ന
അതെ. ഞങ്ങളുടെ ഹോസ്റ്റർമാർ ഒരു ധർമ്മസങ്കടത്തിലാണ്. എല്ലാവരും കൈപോക്കി 5 മണിയായാലും ഈ പരിപാടി തീർത്തും. അപ്പൊ ലഞ്ചുകാരൻ പറഞ്ഞിട്ടുണ്ട് 2 മണിക്ക് അവർ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഒരു 1 പറഞ്ഞു ധൃതി വെക്കണ്ട, ലഞ്ച് കിട്ടും. ഒരു നമ്മളെ കുറച്ചുകൂടെ പോവാം. 1:15, 1:20, ഒരു 1:30 അപ്പുറം നമുക്ക് പോകാനൊക്കത്തില്ലല്ലോ. ഇപ്പൊ കൈപൊക്കിയ ആളുകൾ ഒന്ന് നോട്ട് ചെയ്യണം. മാക്സിമം ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഇപ്പം ജിതേഷ്, അതിനുശേഷം നമ്മുടെ ബാബു ആന്റണിയുടെ ബ്രദർ ഇരിപ്പുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രിവിലേജ്ഡ് ആളാണല്ലോ, ഇവിടുത്തെ VIP ആണ്. അദ്ദേഹത്തിന്റെ റോസം കൊടുക്കും. ജിതേഷിന് ശേഷം എല്ലാവരും കൈപൊക്കി. ഇപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ കൊടുക്കുന്നു. ഒരു സജഷൻ കൂടെ പറയട്ടെ, നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഇവര് നോട്ട് ചെയ്യാമെങ്കിൽ ഒരുമിച്ച് ആൻസർ പറയുന്നതല്ലേ നല്ലത്. ഓരോന്നിനും ആൻസർ പറയാൻ പോയി നമ്മുടെ ടൈം വേണ്ട അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ. ഇപ്പൊ ജിതേഷ്, നെക്സ്റ്റ് തമ്പി ആന്റണി. ഹലോ, എൻ്റെ പേര് ജിതേഷ്. ഞാൻ സിലിക്കൺ വാലി കാലിഫോർണിയയിൽ നിന്നാണ്. VP ബൽറാം സാറിനോടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാനൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒത്തിരി സംസാരിച്ചു ആൻഡ് ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ധനസ്ഥിതി മോശമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യാൻ എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻ? ഹൗ ആണ് ഒന്ന്. ആൻഡ് സെക്കൻഡ് തിങ്, എഡ്യൂക്കേഷനെ കുറിച്ച്, ഹയർ എഡ്യൂക്കേഷൻ. നമ്മുടെ കുട്ടികളെല്ലാം അവിടെ നിന്ന് മാറി പോവാണ്. അപ്പോൾ ഹൗ വി ക്യാൻ സ്റ്റിക്ക് ദം ബാക്ക്? എങ്ങനെ നമുക്ക് US ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പുതിയ ഗവൺമെന്റ് വന്നിട്ട് വാട്ട്സ് ഇനിഷ്യേറ്റീവ്? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ബ്രീഫായിട്ട് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് വലിയൊരു ചോദ്യമാണ്. കേരളത്തെ എങ്ങനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ചോദ്യത്തിന് അത്യധികമായിട്ടുള്ളൊരു എസെൻസ്. ഇപ്പോൾ ഒറ്റ വാക്കിലോ ഒറ്റ വാചകത്തിലോ മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങളുടെ ഫസ്റ്റ് ബജറ്റ് ആ ഡയറക്ഷനിലുള്ള ഒരു നല്ല സ്റ്റെപ്പായിട്ടാണ് പൊതുവെ ഇക്കണോമിക്സ് എല്ലാം വിലയിരുത്തുന്നത്. കേരളത്തിന്റെ സാധ്യതകളെ, പൊട്ടൻഷ്യലിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇത്രയും നീണ്ട കോസ്റ്റ് ലൈനാണ്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു എന്താ പറയുക, ഒരു പോർട്ട് സിറ്റി ആയിട്ട് പോലും കേരളത്തെ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞാൽ, കേരളത്തിലെ 2 ഇന്റർനാഷണൽ പോർട്സ് ഉണ്ട്, അതോടൊപ്പം സ്മോളർ പോർട്സ് ഉണ്ട്. അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ലോജിസ്റ്റിക്സ് വികസനം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുവഴി കേരളത്തിൻ്റെ ഇക്കോണമിയെ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുവഴി ഉണ്ടാകുന്ന വരുമാനത്തെ ഇത്തരത്തിലുള്ള നല്ല പദ്ധതികളുടെ രൂപത്തിൽ, ജനക്ഷേമകരമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ആ ഒരു ഫിനാൻഷ്യൽ എഞ്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്ലാൻ. അത് ഒറ്റയടിക്ക് ഇപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. പക്ഷെ ആ ഒരു ദിശ അത് പൊതുവിൽ ഇക്കണോമിക്സ് അടക്കം വെൽക്കം ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു നല്ല ആശയമാണ്, ഇതുവരെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്, ഒരു ഗ്രോത്ത് ഏരിയ അവിടെ ഉണ്ട് എന്ന് ആളുകൾ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക. അത് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇവിടെയുള്ള പ്രവാസി മലയാളികൾ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ആളുകൾ ഒരുപാട് അത്തരം പ്രോജക്ട്സിൽ താല്പര്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾക്ക് ഇതിന് ചെയ്യാൻ സാധിക്കും, ഞങ്ങൾക്ക് ഇന്നൊരു ഫെസിലിറ്റി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദുബായ് പോർട്ട് പോലെ, അതുപോലുള്ള പോർട്ട് പോലെ കേരളത്തിൽ പലതരത്തിലുള്ള വികസനം സാധ്യമാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്നുകൂടി നമ്മളൊന്ന് കോൺക്രീറ്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നീഡ്സ് ഒക്കെ ഗവൺമെന്റ് ആലോചിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് ആലോചിക്കുകയാണ്. അപ്പം നല്ല ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇതേപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. കഴിഞ്ഞൊരു നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയ വിമർശനം ആവരുത്, എന്നാൽ പോലും കഴിഞ്ഞ 10 വർഷം ആ മേഖലയിൽ ഉണ്ടായ വലിയൊരു മിസ്മാനേജ്മെന്റും നിരന്തരമായിട്ടുള്ള ഫോക്കസ് ഇല്ലായ്മയും ഒക്കെ ആളുകളുടെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ട്. ആളുകളെ ഈ പുറത്തേക്ക് പോകുന്നതിൽ വലിയൊരു ഇക്കണോമിക് ഡ്രെയിൻ കൂടിയാണ്. ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, വലിയൊരു അതുണ്ട്. ഓക്കെ, മേ ബി ഞങ്ങൾ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ആളുകളായതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ നിന്ന് ഓരോ വർഷവും 30,000-ഓളം കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു അത് ആ ഇൻഡിവിജ്വൽസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഒരു ഇക്കോണമിയെ വെച്ച് നോക്കുമ്പോൾ അല്ല, അത് റെമിറ്റൻസ് അല്ലല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് അദ്ദേഹം എങ്ങനെയാണ് ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത്, ഒരു കുട്ടി ഇപ്പം MBBS ഒരു കുട്ടി ജോർജിയയിൽ പോയി പഠിക്കുന്നു അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോയി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ 1 കോടി രൂപയെങ്കിലും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. അപ്പൊ ഏതൊരു ഇക്കോണമിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും അത് ആ ഇക്കോണമിക്കും നല്ല കാര്യമായിട്ടല്ല കാണാം. അത് വേണമെന്നേ ഞാൻ പറഞ്ഞത്, തിങ്കിങ് അബൌട്ട് ദ ഇക്കോണമി ആസ് എ ഹോൾ.
ഒരു ഇൻഡിവിജ്വലിന് ബെനിഫിറ്റ് ഉണ്ടാവും, അയാളുടെ ചോയ്സും ആണ്, അത് നമുക്ക് തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ വൈ ദേ ആർ ഗോയിങ് എന്നതിനെ കുറിച്ച് ആൻസർ കണ്ടെത്താനുള്ളതാണ് നമ്മുടെ ഉത്തരം. Why they are going outside? Why can't we retain them back here in Kerala or India? എന്നുള്ള ചോദ്യമാണ് നമ്മൾക്ക് ഒരു സൊസൈറ്റി എന്ന നിലയിൽ, ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. നമ്മൾ നല്ല ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്താൽ, നല്ല ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്താൽ, നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുത്താൽ ഒരുപക്ഷെ ആ വികസനം നമുക്ക് സ്വന്തം നിലയ്ക്ക് നേടാൻ സാധിക്കും. അതിന്റെ ആൻസിലറി ബെനിഫിറ്റ്സ് മറ്റെല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക എന്നുള്ളതാണ് ഓരോ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. ഞാൻ ആ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പം നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ചും ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് കൊളംബോ ഉണ്ടല്ലോ, അവിടെ പോയി ചെയ്തോട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, കൊളംബോയിൽ പോകുന്ന ഇത് ഇവിടെ വരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓരോ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയായാലും നമ്മളിവിടെ വരണം എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ താല്പര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജയറാമോട് തർക്കിക്കാൻ വന്നതല്ല, നിങ്ങളുടെ പൊതുവായിട്ടുള്ള പരിപാടി പങ്കെടുക്കാൻ വന്നതാണ്. ബട്ട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അത് നമുക്ക് ഫുൾ സ്റ്റോപ്പിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് 10 years കേരളത്തിൻ്റെ തനതായ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മിഷനുകളും അവയുടെ ഫലവും പരിശോധിച്ച് എല്ലാവർക്കും മനസ്സിലാവും. ഇലക്ഷനിലെ വിജയപരാജയങ്ങൾ മറ്റു ഘടകങ്ങളാണ്, അതൊന്നും ഞാനിവിടെ അനലൈസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് 10 years അവസാനത്തെ 5 years നമുക്ക് കേരളത്തിൻ്റെ തനത് വരുമാനം ഏറ്റവും കൂടുതലായ വർഷമാണ്. പക്ഷെ നമുക്ക് തികയുന്നില്ല, നമ്മുടെ ചെലവ് അതിനേക്കാൾ കൂടുതലാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടാനും വിടുന്നില്ല കേന്ദ്രം, അതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തനത് വരുമാനം കൂടിയിട്ടുള്ള ഒന്നാണ്. സെക്കൻഡ് തിങ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളൊരു നല്ല മിഷൻ കൊണ്ടുവന്നു. അതാണ് ന്യൂ എഡ്യൂക്കേഷൻ. അവിടുത്തെ കേരളത്തെ ഒരു നോളജ് സൊസൈറ്റി ആക്കിയിട്ട് മാറ്റുക. 2 ലക്ഷ്യമാണ്. ഒന്ന്, കേരളത്തിൽ ധാരാളം ഇൻവെസ്റ്റ് ചെയ്ത് അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒക്കെയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവിടെ കൊണ്ടുവരിക. 2, അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും അയക്കുക. അങ്ങനെ പോയാൽ അവരും കൂടെ കാശ് അയക്കും. നമുക്ക് മോശമല്ല നിങ്ങളൊന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്, എല്ലാവരും കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ പേടിയാണ്. കാരണം നിങ്ങൾ എല്ലാവരും വന്നാൽ ഒന്നിച്ച് ഉൾക്കൊള്ളാൻ കൊച്ചു കേരളത്തിന് പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യാനായിരുന്നു പുതിയ നോളജ് സൊസൈറ്റി എന്ന പ്രവർത്തനം ആരംഭിച്ചത്. വിഴിഞ്ഞം പോർട്ടും 5400 കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ചത് ആ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ. അതും ലാസ്റ്റ് 10 years നടന്നതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ വിത്ത് മൈ കൊളീഗ് ഡിയർ ബൽറാം, സോ ഐ വിൽ നോട്ട് ആർഗ്യൂ. വസ്തുത മാത്രം പറഞ്ഞു എന്നല്ലതേ ഉള്ളൂ. ഹലോ, അതെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇതിന് നിങ്ങൾക്ക് സമയം തരാം. നമ്മുടെ തമ്പി ആന്റണി ബാബുവാന്റെ ബ്രദർ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിലും വലിയൊരാളാണ്, ഇന്റർനാഷണൽ അവാർഡ്, അതേസമയം 40 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തമ്പി ആന്റണിയാണെന്ന് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് സമയം തരും, ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ട്. അപ്പൊ 40 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഇവിടെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. പ്രിന്റ് മീഡിയ മരിച്ചുപോയി എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു മീഡിയ ചെയർ സൈമൺ വളാച്ചേരി ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ചർച്ചയ്ക്കുള്ള അവസരമല്ല, ഒന്ന് കാണുന്നു. ഞങ്ങളുടെ പ്രിന്റ് മീഡിയ ഇവിടെ ഇപ്പോഴും ഉണ്ട്, 10 വർഷമായിട്ടുണ്ട്. സൈമൺ ഒന്ന് കാണണേ അദ്ദേഹത്തെ. അപ്പൊ ഇപ്പം അദ്ദേഹത്തിന് ഉള്ള സമയം ഞാൻ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ. താങ്ക് യു വെരി മച്ച്. എനിക്ക് പറയാനുള്ളത് സാഹിത്യത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5% ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് മാത്രമല്ല, കേരളം ഒരുപാട് കാര്യത്തിൽ മുന്നിലാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമുക്കുണ്ടായിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി നേരത്തെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലിറ്ററസി വന്നതുകൊണ്ടാണ് എല്ലാവരും ചികിത്സിക്കാൻ പോകുന്നു. എനിക്കൊന്ന് യൂറോപ്പിലെ അമേരിക്കയിലും അതിലും മുകളിലാണ് നമ്മൾ ലിറ്ററസി റേറ്റും ആഹാരം മിച്ചമാണ്. ഇതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഇതെല്ലാം ഒരുപാട് റോഡ്സ് ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറന്നുപോയ ഒരു കാര്യം, അതായത് കേരളത്തിലെ പോപ്പുലേഷൻ ഭയങ്കര ലോസ് ചെയ്തു. ശൈലീന്ദ്ര പറഞ്ഞത് 860 per square feet, അത് 1000 ആയിരുന്നു. ഇപ്പം നമ്മുടെ കണക്കുകളിൽ കാണിക്കുന്നതിന്റെ കാര്യം 45-50 ബംഗാളികളാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികൾ, ഞാൻ വന്നതിന് 15 പേര് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു. അതൊക്കെ ഒരുപടി ഓരോരുത്തരും കണക്ക് കൂടി എത്ര പേര് അമേരിക്കയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം പോപ്പുലേഷൻ കോസ്റ്റാണ്. ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലും ബാക്കിയുള്ള കൺട്രികളിലെ ആൾക്കാരെടുത്ത് നമ്മൾ സേവനമല്ല, ജോലി ചെയ്യാൻ ആളില്ല. നമ്മളൊക്കെ യൂറോപ്പിലെല്ലാം ഇവരെല്ലാം പോകുന്നുണ്ട്, നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ജോലി ചെയ്യാൻ. കേരളത്തിലെ സ്ഥിതി അടുത്ത ഒരു 50 വർഷം കൊണ്ട് ഏറ്റവും മാരകമായ പ്രശ്നം. അതിനുവേണ്ടി നമുക്ക് എന്ത് ഇപ്പൊ മലയാളികളെ, അതായത് എല്ലാ ജാതി നോക്കിയാലും
ഹിന്ദുക്കൾ 1.2 ആണ്, 2.2 ആണ് ഒരു പോപ്പുലേഷൻ നിൽക്കുന്നത്. ഹിന്ദുക്കൾ 1.2 ആണ്, ക്രിസ്ത്യാനികൾ 1.4 ആണ്, മുസ്ലിംസ് 1.8 ഉണ്ട്. 2.2 ഒരിക്കലും വരുന്നില്ല. നമ്മുടെ പോപ്പുലേഷൻ അടുത്ത 50-100 വർഷം കൊണ്ട് മലയാളികളുടെ സാധനം ലോകത്തിലില്ലാതെ കേരളത്തിൽ ഇവിടെ വരുന്നതിന് വരാൻ പറയുന്നത് അതൊരു വലിയ നമുക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്. പിന്നെ ഈ ബംഗാളികൾ മലയാളം പഠിച്ചാലും മാത്രമേ വീണ്ടും മലയാളം ഭാഷ നിൽക്കൂ. അപ്പൊ ആ ഒരു പോപ്പുലേഷൻ ലോസിന് ഇപ്പം വിക്രം ജനറൽ മത്സരം അവിടെ ആൾക്കാർക്ക് പോരുമാണ്, ജനനം കുറവാണ്, ആൾക്കാർ രക്ഷപ്പെടുകയാണ്. അപ്പൊ കേരളത്തിന് നല്ലതാണെങ്കിൽ കേരളത്തിന് നമ്മുടെ അവസ്ഥയെ നമുക്ക് അത് ആ ജോലി ചെയ്യാനാണല്ലോ ബംഗാളിയിലാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഗവൺമെന്റാണ്, ഏത് ഗവൺമെന്റാണ് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമെന്നാണ്. നല്ല കാര്യമാണ്. ഇഷ്ടംപോലെ പൈസ അങ്ങോട്ട് വരുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് സംഭവിക്കാൻ ഒരു അപകടമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതിനെ അപകടമായിട്ട് കാണേണ്ട കാര്യമില്ല. കേരളം എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. നിങ്ങളുടെ ന്യൂയോർക്കുകാർക്ക്, ഇലിനോയ്ക്കാർക്ക്, ഫ്ലോറിഡക്കാർക്ക് ഹ്യൂസ്റ്റണിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ തരത്തിലുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ടാൽ മതി. ഒരു എന്താ പറയുക, ഈ പറഞ്ഞ ന്യൂജേഴ്സി സ്റ്റേറ്റിലെ ഒരു ആൾക്ക്, നിങ്ങളിൽ പെട്ട ഒരാൾക്ക് നാളെ ഇവിടേക്ക് ജോലി കിട്ടി, ഹ്യൂസ്റ്റണിൽ വരേണ്ടി വന്നു, ടെക്സസിൽ വരേണ്ടി വന്നു. ഓക്കെ, നിങ്ങൾ വളരെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് അത് അക്രോസ് കൺട്രി ബൗണ്ടറീസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ഉറപ്പുവരുത്തണം. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ ആശയമൊക്കെ ഉണ്ടായി വരുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ അത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ എവിടെയാണോ ഒരു ഗ്രോത്ത് സെന്റർ ഉണ്ടാവുന്നത്